എടാ ഒരു ഫ്ലാഷ് പറയടാ. നോർക്കയിൽ രജിസ്ട്രേഷൻ തുടങ്ങി. പ്രവാസികൾ ഇന്ത്യയിലേക്ക്. അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ. ആയിട്ടിങ്ങളെല്ലോട് ഇങ്ങോട്ട് കെട്ടിയെടുത്താല് നമ്മളെല്ലോട് ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അല്ലേന്ന് തന്നെ ഇവിടെ ഒരു പണിയുമില്ല. അങ്ങനെ പറയല്ലടോ. നമ്മുടെ നാടിന്റെ നട്ടല് പറയുന്ന ആരാ? പ്രവാസികളല്ലേ. അവരില്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? അവരെ കുടുംബമൊക്കെ എവിടെയാ? ഇവിടെ അല്ലേ ഉള്ളത്. അവർക്കും ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി എന്താ അങ്ങനെ പറയുന്നത്? ഹലോ ഇക്ക, ഇവിടേക്ക് ഇപ്പൊ വരാൻ പറ്റൂല ഇക്ക. ഇവിടെ ഭയങ്കര പ്രശ്നാ. കൊറോണയൊക്കെ അല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാട്ടിലേക്ക് തീരെ വരാനേ പറ്റൂല. ഉമ്മയൊക്കെ ഇവിടെ മക്കളെ ഉമ്മാനൊക്കെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ലോണും കാര്യങ്ങളും കുടുംബശ്രീ ലോൺ എടുത്തത് വേറുണ്ട്. വല്ലാത്ത ലോണ് ഉമ്മാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് വന്നൊരു കാര്യമല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. നിങ്ങളും കൂടി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാക്കി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വരാനേ നിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ വരാണ്ടിരിക്കുക. എന്താച്ചാ ചെയ്തോളി. പഠിക്കുന്ന ഒരാള് ഇപ്രാവശ്യം ഒക്കെ വരുമ്പോ എനിക്ക് എന്തായാലും ചുരിദാർ കൊണ്ടുവരും. നിനക്ക് കാറ് കൊണ്ടുവരൂല. അപ്പൊ അങ്ങോട്ട് കാറ് വാങ്ങാണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നാട്ടിലെത്തിയ എയർപോർട്ടിലാണല്ലേ? എല്ലാ ചെക്കിങ് കഴിഞ്ഞ, ഒരു പ്രശ്നമില്ല, നോർമലാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നിന്റെ വണ്ടി ഒന്ന് കൊടുത്തു എയർപോർട്ടിലേക്ക്. എനിക്ക് പെട്ടെന്ന് എത്താൻ 3 മണിക്ക് യാത്രയല്ലേ ഉള്ളൂ. എന്ത് പേടിയാണ്? പേടിക്കാനൊന്നുമില്ല. പേടിയൊന്നുമില്ല. വരാൻ പറ്റുമോ നമുക്ക്? സോറി കേട്ടോ, വിളിച്ചത് സോറി. വീട്ടിലേക്ക് കൊറോണയൊക്കെ അല്ലേ ഇപ്പൊ വേണ്ട. പിന്നെ കാണാം. ഇറക്കി തന്നതിൽ വളരെ നന്ദി. ശരിയാ? ഓക്കെ. ഹലോ, എങ്ങോട്ടാ? പോലീസും അജിതേ, ബഷീറല്ലേ വരുന്നത്? അല്ല, ഇതെങ്ങനെ എത്തിവിടാ? അജിതേ, ഒരു കൂട്ടുകാർ എങ്ങനെ തന്നെയാണോ ചെയ്യണ്ടേ? അതിപ്പോ ഇക്കാന്റെ കാറായതുകൊണ്ട് പറ്റിപ്പോയതാ. ഇക്കാന്റെ കാറ് മൂപ്പെടുത്തില്ലാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാര്യം. ഞാൻ ഈ എയർപോർട്ടിലെ ശ്വാസം മുട്ടി നിൽക്കാം. എനിക്ക് കൈത്താങ്ങായിട്ട് ഒരു കുട്ടിയില്ല. എല്ലാം ചെയ്ത പോലീസറാ. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ സുഹൃത്തിന്റെ സഹായം തേടാ. ഇത് ഞാൻ നിസ്സഹായനായിപ്പോയി. അതുകൊണ്ടാ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആയിക്കോട്ടെ, എന്റെ മക്കളൊന്നും കണ്ടത്. പഠിച്ചവരെ, നിങ്ങളിങ്ങ് പോന്നോ? നിങ്ങളോട് ഞാൻ വരണ്ടെന്നല്ലായിരുന്നു മനുഷ്യ പറഞ്ഞ്. വരണമെന്നായിനോ പറഞ്ഞ്? എന്നിട്ടും നിങ്ങൾ നാട്ടിലേക്ക് വന്നതാ? ഞാൻ 1.5 മാസമായി ഒരു റൂമിൽ തനിച്ച് കിടക്കാം. ഞാൻ ജീവിച്ചോ മരിച്ചോ ചോദിക്കാൻ ഒരു കുട്ടി വന്നിട്ടില്ല. എനിക്ക് ഇവിടെ എൻ്റെ മക്കളും ഉമ്മയെല്ലാം ഉണ്ട്. എനിക്ക് ആരാ ഉണ്ടായിന്? നീ പറഞ്ഞതും മജീദ് പറഞ്ഞത് 100% തെറ്റാ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, ആരോഗ്യവകുപ്പ്, നമ്മുടെ സർക്കാർ, ഇവരെല്ലാം കൂടി ആരോഗ്യവാനായ എന്നെ ഇവിടെ എത്തിച്ച് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞ്? ചുറ്റുപാടുള്ള പ്രശ്നത്തെ പറ്റി ഞാൻ അത്ര ബേജാറായിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് എനിക്കുള്ള അനുഭവമാണ്. എനിക്ക് സുഖമായിട്ട് ഇവിടെ എത്തിയില്ല എൻ്റെ വീട്ടില്. നീളം വെച്ചവിടെ തൊടണ്ട തൊണ്ട പോലെ തൊണ്ട കേട്ടോ. അപ്പൊ കുളിച്ച് വൃത്തിയായിട്ട് മാത്രം തൊട്ടാ മതി കേട്ടോ.
ഞാൻ മുട്ടായിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരാം. ഇപ്പൊ കുളിച്ച് വരാ. ഇപ്പൊ മക്കളെ നിങ്ങൾ കണ്ടില്ലേ, ഇനി എങ്ങനെയാ നമ്മളെ ജീവിതം? ജീവിതം ഇടി ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതം ഉള്ളൂ. ഞാൻ ജീവൻ കൊണ്ടാ ഇവിടെ വന്ന്. നമ്മളെ നാട് സ്വർഗാടി. മറ്റുള്ള ഓരോ എനിക്ക് അതിന്റെ അനുഭവമുണ്ട്. നമ്മളെ നാട് സ്വർഗ. ഇനി നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഉമ്മനൊന്ന് കാണട്ടെ. ഉമ്മ 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 കണ്ടോക്കുമ്പോ എനിക്ക് നിങ്ങളെ തൊടാനും കൂടി പറ്റുന്നില്ല. കണ്ടു അവസ്ഥ. ആരാത്? മാസ്ക് കിട്ടിയ സുന്ദരിയാ? എന്നാലുണ്ട് കസേര കിട്ട എവിടെ ഇരുന്നു? എന്നായിരുന്നു കേട്ടോ. വെരി ഗുഡ്. അവളെ കരയിപ്പിക്കരുത് കേട്ടോ. മോളെ ചീത്ത പറഞ്ഞൊന്നുമല്ല. ഉപ്പാന്റെ കുറച്ച് വിഷമങ്ങളുണ്ടല്ലോ, അത് ഉമ്മാനോട് പറഞ്ഞതല്ലേ, ചീത്ത പറഞ്ഞതല്ല കേട്ടോ. വിമാനത്തിലാണോ വന്നത്? കപ്പലിലാണ്? മോളെ ഉപ്പ വിമാനത്തിലാണ്. ഉപ്പാനെ പോലെ എത്രയോ 10,000 ആൾക്കാർ ഇന്ത്യയിലെ രാജ്യത്ത് നമ്മളെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. ഗൾഫിലുള്ള 10,000 ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ നമ്മളെ ഗവൺമെന്റും പോലീസും ആരോഗ്യവകുപ്പും എല്ലാം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യത്തോടെ നമ്മളെ നാട്ടിലെത്തിച്ചത്. ഉപ്പയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ? ആരോഗ്യത്തോടെ നാട്ടിലെത്തിയില്ലേ? മോളെ ഈ കുറേ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ. ഈ മോളോട് ഒരു ചോദ്യം ഉപ്പ ചോദിക്കാം. മോക്ക് വലുതായാലേ ഇതിലാരാവണ്ടത്? പിന്നെ പിന്നെയോ? സർക്കാരോ? അതിനെ സർക്കാരാവുന്നത്? പോലെ കൊറേ ആൾക്കാർ എനിക്കും രക്ഷിക്കും. അതിന് സർക്കാരാവോ? വെരി ഗുഡ്.